നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. കെ ഫോണിൽ കണക്റ്റായി കോട്ടയം ജില്ലയിൽ. ക്യാബിനറ്റ് കെ ഫോൺ ഇന്റർനെറ്റ് പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാന സർക്കാരിന്റെ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് കെ ഫോൺ പദ്ധതിയെന്ന് ഡോക്ടർ എൻ ജയരാജ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ മണ്ഡലങ്ങളിൽ വോട്ട് ചോർന്നത് സംബന്ധിച്ച് UDF മറുപടി പറയണമെന്ന് LDF നേതൃത്വം. UDFന്റെ വോട്ടിംഗ് ശതമാനം 4-ൽ 3 കുറഞ്ഞെന്നും LDF. പനച്ചിക്കാട് പരുത്തുംപാറ മാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മോഷണം. അലമാര കുത്തി തുറന്നു. സമീപത്തെ കോൺവെന്റിലും മോഷണ ശ്രമം. വാർത്തകൾ വിശദമായി. ക്യാബിനറ്റ് കെ ഫോൺ ഇന്റർനെറ്റ് സേവന വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം പൊൻകുന്നത്ത് നടന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് കെ ഫോൺ പദ്ധതിയെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. ഡിജിറ്റൽ യുഗത്തിന്റെ പുതുപ്പിറവിക്ക് തുടക്കം കുറിച്ച കെ ഫോണിൽ കോട്ടയവും കണക്റ്റായി. കെ ഫോണിന്റെ വിതരണാവകാശം ക്യാബിനറ്റ് കമ്മ്യൂണിക്കേഷൻസിന് ലഭിച്ചു. ചിറക്കടവ്, പള്ളിക്കത്തോട്, വാഴൂർ, മണിമല, വെള്ളാവൂർ, കാഞ്ഞിരപ്പള്ളി, പാമ്പാടി, എരുമേലി, എലിക്കുളം പഞ്ചായത്തുകളിൽ ക്യാബിനറ്റിലൂടെ കെ ഫോൺ ഇന്റർനെറ്റ് സേവനം ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. ക്യാബിനറ്റ് കെ ഫോൺ ഇന്റർനെറ്റ് സേവന വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം പൊൻകുന്നത്ത് നടന്നു. സിവിൽ സ്റ്റേഷനിലെ MLA ഓഫീസിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് കെ ഫോൺ പദ്ധതി നടപ്പാക്കുന്നതെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. ഈ ഗവേണൻസ് സാധ്യതകൾ ഉയർത്താനും വിദ്യാഭ്യാസ രംഗത്ത് ഏറെ പ്രയോജനപ്പെടുത്താനും കെ ഫോൺ ഉപകരിക്കുമെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. നമ്മുടെ നിയമസഭ പോലും പേപ്പർലെസ് നിയമസഭയായി എല്ലാം തന്നെ സാങ്കേതിക വിദ്യയുടെ പുതിയ സാധ്യതകളിലേക്കുമാണ്. അങ്ങനെ എല്ലാ മേഖലകളുണ്ടായ മാറ്റത്തെ യഥാർത്ഥത്തിൽ പൂർണ്ണമായി ഉൾക്കൊള്ളണമെങ്കിൽ സമഗ്രമായ ഒരു മാറ്റം യഥാർത്ഥത്തിൽ ഈ രംഗത്തുണ്ടാകും. സാങ്കേതിക വിദ്യയുടെയും അതുമായി ബന്ധപ്പെട്ട സംസ്ഥാന ഗവൺമെന്റിന്റെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഗവേണിംഗ് രംഗത്ത്, അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സർക്കാർ ഓഫീസുകൾ, മറ്റ് സ്ഥാപനങ്ങൾ, സാധാരണ ആളുകൾ, ഇതെല്ലാം കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ രംഗം ഉൾപ്പെടെ ഈ മാറ്റത്തിന് വിധേയമാക്കുക എന്നുള്ള ഭാഗമായിട്ടാണ് കെ ഫോണിന്റെ ആശയം സംബന്ധിച്ചിട്ടുള്ളത്. യോഗത്തിൽ ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ അധ്യക്ഷനായി. കെ ഫോൺ സീനിയർ മാനേജർ കിരൺകുമാർ N മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ, വാർഡ് മെമ്പർമാരായ IS രാമചന്ദ്രൻ, ആന്റണി മാർട്ടിൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി സാബു ജോർജ്, പൊൻകുന്നം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K സേതുനാഥ്, ചിറക്കടവ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ, ചിറക്കടവ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗിരീഷ് S നായർ, VG ലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വകാര്യ ഇന്റർനെറ്റ് ദാതാക്കളെ അപേക്ഷിച്ച് മിതമായ നിരക്കും ആകർഷകമായ സൗജന്യങ്ങളും കിഴിവുകളും കെ ഫോൺ വാഗ്ദാനം ചെയ്യുന്നു. തികച്ചും സൗജന്യമായാണ് മോഡം ലഭിക്കുന്നത്. 100 Mbps-ന് മുകളിലുള്ള പ്ലാൻ എടുക്കുന്ന വരിക്കാർക്ക് ഡ്യുവൽ ബാൻഡ് മോഡം സൗജന്യമായി ലഭിക്കും. 3 മാസത്തെ വരിസംഖ്യ ഒന്നിച്ചടയ്ക്കുന്നവർക്ക് 15 ദിവസത്തെ സേവനവും സൗജന്യമായി ലഭിക്കും. 6 മാസത്തെ വരിസംഖ്യ ഒന്നിച്ചടച്ചാൽ 1 മാസത്തെയും 1 വർഷത്തെ വരിസംഖ്യ ഒന്നിച്ചടച്ചാൽ 2 മാസത്തെയും സേവനം സൗജന്യമായിരിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കെ ഫോണിന്റെ ഇന്റർനെറ്റ് ശൃംഖല കോട്ടയം ജില്ലയിലും പ്രവർത്തനം തുടങ്ങി. സംസ്ഥാനത്തെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം ശക്തമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ ഫോൺ. KSEB-യും KSITIL-ഉം ചേർന്ന് സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം ശക്തവും കാര്യക്ഷമവുമാക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ ഫോൺ അഥവാ കേരള ഫൈബർ ഓപ്റ്റിക്കൽ നെറ്റ്വർക്ക്. സംസ്ഥാനത്താകെ സുശക്തമായ ഓപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിച്ച് 30,000-ഓളം സർക്കാർ ഓഫീസുകളിലും 20 ലക്ഷത്തോളം BPL കുടുംബങ്ങൾക്കും സൗജന്യമായി ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കുന്നതിനൊപ്പം മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഈ സൗകര്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. KSEB-യും KSITIL-ഉം ചേർന്ന് സംയുക്തമായി കെ ഫോൺ ലിമിറ്റഡ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ നടത്തിപ്പിനായി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നേതൃത്വം നൽകുന്ന കൺസോർഷ്യത്തെ ടെൻഡർ വഴി തെരഞ്ഞെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തെ 14 ജില്ലകളെയും കോറിംഗ് വഴി ബന്ധിപ്പിക്കുന്ന പദ്ധതിയിൽ എല്ലാ ജില്ലകളിലെയും സർക്കാർ ഓഫീസുകളെയും മറ്റ് ഗുണഭോക്താക്കളെയും ബന്ധിപ്പിക്കുന്നത് ആക്സസ് നെറ്റ്വർക്ക് വഴിയാണ്. ഇതിനായി KSEB-യുടെ 375 സബ്സ്റ്റേഷനുകളിൽ പ്രീഫാബ് ഷെൽട്ടറിനുള്ളിൽ ടെലികോം ഉപകരണങ്ങൾ സ്ഥാപിക്കും. ആദ്യഘട്ടത്തിൽ 16,000 വീടുകളിലേക്കുള്ള കണക്ഷനും 10,000 കൊമേഴ്സ്യൽ കണക്ഷനും 6,000 ഓഫീസ് കണക്ഷനും കൊടുത്തു കഴിഞ്ഞതായി കെ ഫോൺ സീനിയർ മാനേജർ കിരൺകുമാർ M പറഞ്ഞു. വീടുകളിലേക്ക് മാത്രം 16,000 കണക്ഷൻസ് കൊടുത്തു. അതിനകത്ത് 10,000 കമേഴ്ഷ്യൽ കണക്ഷൻസ്, 6,000 BPL ഫാമിലീസ്, ഇനി ഏകദേശം 50,000 BPL ഫാമിലീസ്
if possible. അതുപോലെ നമ്മൾ പെയ്ഡ് പ്ലാൻ ആയപ്പോൾ നമുക്ക് 299 rupees ആകുമ്പോൾ മന്ത്ലി 300 രൂപയുടെ പ്ലാൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കണക്ഷൻ ലഭിക്കാൻ പറ്റുന്നത് www.kphone.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 48 നമ്മളിതിന് കണക്ഷൻ കൊടുക്കുന്നത് ഡയറക്റ്റ്ലി K-Phone ഡയറക്റ്റ്ലി അല്ല, നമ്മൾ കേബിൾ ഓപ്പറേറ്റർ ത്രൂ ആണ്. കെ-ഫോൺ പദ്ധതിയുടെ നടത്തിപ്പിനായി 2 വർഷത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും 7 വർഷത്തെ ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ് പണികൾക്കുമായി ആകെ 9 വർഷത്തെ കരാറാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പൊൻകുന്നം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം, കടുത്തുരുത്തി മണ്ഡലങ്ങളിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മോൻസ് ജോസഫും വോട്ട് കച്ചവടം നടത്തിയതായി CPM ജില്ലാ സെക്രട്ടറി AV റസൽ ആരോപിച്ചു. കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം, കടുത്തുരുത്തി മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മോൻസ് ജോസഫ് എന്നിവർ വോട്ട് കച്ചവടം നടത്തിയതായി CPM ജില്ലാ സെക്രട്ടറി MV റസൽ ആരോപിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ കോട്ടയം മണ്ഡലത്തിൽ 24,000-ഓളം വോട്ടാണ് BJPക്ക് ലഭിച്ചത്. എന്നാൽ അത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വെറും 8,000 ആയിരുന്നു. BJPയുടെ ഈ വോട്ടുകൾ എങ്ങനെ കുറഞ്ഞെന്ന് മറുപടി പറയണം. കടുത്തുരുത്തിയിലും ഇതുതന്നെയാണ് ആവർത്തിക്കുന്നത്. കോട്ടയം ജില്ലയിലെ ഈ 2 നേതാക്കളും BJPയുമായി വോട്ട് കച്ചവടം നടത്തുകയാണെന്നും AV റസൽ പറഞ്ഞു. ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ BJPയുമായിട്ട് ഡീൽ ഉണ്ടാക്കുന്നു, ഞങ്ങൾ ആക്ഷേപം നോക്കുകയാണ്. അല്ലെങ്കിൽ വോട്ട് എവിടെ പോകുന്നു? 24,000 വോട്ട് പാർലമെന്റിൽ കിട്ടുന്നു. കഴിഞ്ഞ പാർലമെന്റ് 21,000 കിട്ടുന്നു. അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 8,000 വോട്ടാകുന്നു. ഇത് കച്ചവടമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും BJPയും തമ്മിലുള്ള കച്ചവടമാണ്. ഇത് തന്നെയാണ് കടുത്തുരുത്തിയിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അല്ല, ഞാൻ പറയട്ടെ, കടുത്തുരുത്തിയിൽ ഈ പാർലമെന്റ് ഇലക്ഷന് 20,000 വോട്ട് കിട്ടി. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് 17,500 വോട്ട് കിട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര കിട്ടി? 11,000 വോട്ട്. എവിടെ പോകുന്നു വോട്ട്? സാധാരണഗതിയിൽ അവരുടെ പ്രധാനപ്പെട്ട അവിടുത്തെ നേതാക്കന്മാരല്ലേ മത്സരിക്കുന്നത്. ഇത് ഈ 2 മണ്ഡലങ്ങളിൽ ഈ UDFന്റെ 2 പ്രബല നേതാക്കന്മാർ അവർ സീറ്റ് നിലനിർത്തുന്നതിനും വിജയിക്കുന്നതിനും വേണ്ടി BJPയുമായിട്ടുള്ള ഡീലാണ്, കച്ചവടമാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പനച്ചിക്കാട് പരുത്തുംപാറ പാച്ചിറമാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മോഷണം. താഴ് തകർത്ത് ഓഫീസിനുള്ളിൽ കടന്ന ശേഷം അലമാരയും കുത്തി തുറന്നിട്ടുണ്ട്. സമീപത്തെ കോൺവെന്റിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. പനച്ചിക്കാട് പാച്ചിറ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിന്റെ കോൺവെന്റിന്റെ സ്റ്റോർ റൂം, കാർഷികോപകരണങ്ങൾ സൂക്ഷിക്കുന്ന മുറി എന്നിവയുടെ താഴ് തകർന്നു കിടക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതേ തുടർന്നാണ് ഇതേ മഠത്തിലെ അന്തേവാസിയും സമീപം പ്രവർത്തിക്കുന്ന മാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഹെഡ്മിസ്ട്രസുമായ സിസ്റ്റർ പവന സംശയം തോന്നി സ്കൂളിലെത്തി പരിശോധന നടത്തിയത്. തുടർന്നാണ് ഓഫീസ് മുറിയുടെയും അകത്ത് വെച്ചിരിക്കുന്ന അലമാരയുടെയും താഴ് തകർത്ത് കുത്തി തുറന്നു കിടക്കുന്നതായി കണ്ടത്. ഓഫീസ് മുറിയിൽ സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ സെമിനാർ ക്ലാസുകൾക്കായി ഉപയോഗിക്കുന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, സ്കൂൾ ബാഗ്, കീ ചെയിൻ, കുപ്പികൾ തുടങ്ങിയവയാണ് കവർച്ച ചെയ്തത്. ചിങ്ങവനം പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർന്നത് സംബന്ധിച്ച് UDF മറുപടി പറയണമെന്ന് LDF നേതൃത്വം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 46%-ലധികം വോട്ടുകൾ നേടിയ UDFന് 2024 12%-ലധികം വോട്ടുകൾ മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂവെന്നും LDF നേതൃത്വം പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ വോട്ട് ചോർച്ചയ്ക്ക് ആര് മറുപടി നൽകുമെന്ന് LDF നേതാക്കൾ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 46.24% UDF നേടിയ വോട്ടുകൾ 2024 12.6% കുറഞ്ഞു. കേരളത്തിൽ ഏറ്റവും പോളിംഗ് കുറഞ്ഞ മണ്ഡലമായിരുന്നു കോട്ടയം. ഇതിന്റെ ഭാഗമായി LDFന് വോട്ട് കുറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ വോട്ടിടിവുണ്ടായത് UDFനാണ്. LDFനെ കടന്നാക്രമിക്കുന്ന UDF നേതാക്കൾ തങ്ങളുടെ മണ്ഡലത്തിൽ UDFനുണ്ടായ വോട്ട് കുറവിന്റെ കണക്കുകൾക്ക് മറുപടി പറയണമെന്നും LDF നേതാക്കൾ പറഞ്ഞു. 14,000 കടുത്തുരുത്തിയിലും കുറഞ്ഞു, 14,000 പാലായിലും UDF. ഞങ്ങൾക്ക് 2 മണ്ഡലങ്ങളിലും കൂടുകയും ചെയ്യും, കടുത്തുരുത്തിയിലും പാലായും. ഇതാണല്ലോ ആ കടുത്തുരുത്തിയും പാലായും പറയാനൊരു കാര്യമുണ്ട്. ഇതാണല്ലോ കേരള കോൺഗ്രസ് സ്വാധീനമുള്ള മണ്ഡലം എന്നൊക്കെ പറയുന്നത്. ആ 2 മണ്ഡലങ്ങളിൽ ഞാൻ കൂട്ടുകൂടി, UDFന് വോട്ട് കുറഞ്ഞു. കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ CPM ജില്ലാ സെക്രട്ടറി AV റസൽ, അഡ്വക്കേറ്റ് VB ബിനു, പ്രൊഫസർ ലോപ്പസ് മാത്യു, അഡ്വക്കേറ്റ് അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. UDF ഭരിക്കുന്ന ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് ഭരണപക്ഷത്ത് അഭിപ്രായ ഭിന്നത രൂക്ഷമായി. വൈസ് പ്രസിഡന്റ് വിനോദ് വേരനാനി രാജി പ്രഖ്യാപിച്ചു.
UDF ഭരിക്കുന്ന ഭരണങ്ങാനം പഞ്ചായത്ത് ഭരണപക്ഷത്ത് തമ്മിലടി. അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് വൈസ് പ്രസിഡന്റ് വിനോദ് വേരനാനി രാജി പ്രഖ്യാപിച്ചു. പഞ്ചായത്തിലെ കയ്യൂരിൽ പാറമട ആരംഭിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത്. ഉരുൾപൊട്ടൽ മേഖലയായ കയ്യൂർ മലയിൽ പാറമടയ്ക്കായി UDFിലെ ഒരു പഞ്ചായത്ത് മെമ്പർ തന്നെ ലൈസൻസിനായി അപേക്ഷിച്ചത് പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്യുകയും വലിയ ബഹളത്തിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. 7 വർഷം മുൻപ് ഉരുൾപൊട്ടലുണ്ടായ ഈ മലയിൽ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയും ഉരുൾപൊട്ടിയത്. ക്വാറി മാഫിയയുടെ സ്വാധീനത്തിൽ പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ UDF LDF ശ്രമം നടക്കുന്നതായി ആരോപിച്ചാണ് വിനോദ് രാജി പ്രഖ്യാപിച്ചത്. ഭരണങ്ങാനത്ത് പഞ്ചായത്തിലുള്ള UDF LDF വ്യത്യാസമില്ലാതെ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾക്ക് കോഴ നൽകിക്കൊണ്ട് UDFിൻ്റെ പാർലമെന്ററി പാർട്ടി ലീഡറായ ബീന ടോമിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരിക്കുന്ന കമ്പനിയുടെ പേരിൽ അനധികൃതമായ ക്വാറി ലൈസൻസ് സമ്പാദിക്കാനുള്ള ശ്രമത്തിനെതിരെ ഉള്ള പ്രതികരണ നടപടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നത്. പഞ്ചായത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇവിടെ ഉരുളുപൊട്ടിയ ഈ പ്രദേശത്ത് ഈ കഴിഞ്ഞ ദിവസം ഉരുളുപൊട്ടി 7 മാസം മുമ്പ് ഉരുളുപൊട്ടിയ പ്രദേശത്ത് പഞ്ചായത്തിൻ്റെ അനുവാദം മേടിക്കുവാനുള്ള രാഷ്ട്രീയ കുത്സിത ശ്രമങ്ങൾക്ക് എതിരെയുള്ള പ്രതികരണമായിട്ടാണ് എൻ്റെ രാജി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചുണ്ടശ്ശേരി ബാങ്ക് വൈസ് പ്രസിഡന്റ് സെൻ തേക്കുംകാട്ടിൽ, മുൻ പഞ്ചായത്ത് അംഗം VK ഷാജിമോൻ, KDP പാലാ നിയോജക മണ്ഡലം സെക്രട്ടറി ജോയി മലയിൽ, ഭരണങ്ങാനം മണ്ഡലം സെക്രട്ടറി ടിബിൻ തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നവസാധ്യതകളെക്കുറിച്ച് മറ്റക്കരയിൽ സെമിനാർ നടത്തി. ജ്ഞാനപ്രകാശിനി വായനശാലയുടെ നേതൃത്വത്തിലായിരുന്നു സെമിനാർ. മറ്റക്കര ജ്ഞാനപ്രകാശിനി വായനശാലയുടെ നേതൃത്വത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നവസാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. മറ്റക്കര ജ്ഞാനപ്രകാശിനി ഹാളിൽ നടന്ന സെമിനാർ ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ND ശിവൻ ഉദ്ഘാടനം ചെയ്തു. ജ്ഞാനപ്രകാശിനി വായനശാല വൈസ് പ്രസിഡന്റ് VT കുര്യൻ വടക്കേടം അധ്യക്ഷനായി. ഡോക്ടർ ശ്യാമള VK, MG യൂണിവേഴ്സിറ്റി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് PG സ്റ്റുഡന്റ് സ്റ്റാലിൻ അഗസ്റ്റിൻ, ഹരികുമാർ മറ്റക്കര, സുബിൻ SV, TC ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു. ബില്ലിങ് നമ്മൾ ഷോപ്പിലൊക്കെ പോയി ഷോപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ബില്ലിങ്ങിന് ഒരാളുടെ ആവശ്യം വരത്തില്ല. അവിടെ ഒരു റോബോട്ട് കാണും. നമുക്ക് കാർ ഓടിക്കാൻ ഡ്രൈവർ വേണ്ട, കാർ ഡ്രൈവർ വേണ്ട, ഓട്ടോ ഡ്രൈവർ വേണ്ട, ടാക്സി ഡ്രൈവർ വേണ്ട, ഒന്നും വേണ്ട. അതൊരു റോബോട്ടിക് കാർ തന്നെ ഉണ്ടാവും. അതൊക്കെയാണ് ഇത് നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വന്നതിൻ്റെ എങ്ങനെയാണ് നമ്മളെ പറ്റി. അതുപോലെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാട് ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഹെൽപ്പ് ഇല്ലാതെ പറ്റാത്തൊരവസ്ഥയും വരുന്നുണ്ട്. പക്ഷേ അതൊരു ഭയങ്കര ചോദിച്ചതായിട്ട് എപ്പോഴും നിൽക്കും. നമ്മുടെ ഭാവി, നമ്മുടെ ജോലി എങ്ങനെ പോകും. നമ്മളെല്ലാവരും പഠിക്കുന്ന ആൾക്കാരൊക്കെ നല്ല ജോലി കിട്ടി ജീവിക്കാൻ വേണ്ടി പഠിക്കുന്നവരല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എന്ത് പഠിക്കണമെന്ന് ഇതൊക്കെ തന്നെ നിങ്ങൾ ആലോചിക്കണം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നവകേരളം കർമ്മ പദ്ധതി 2ന്റെ ഭാഗമായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പച്ചത്തുരുത്ത് പദ്ധതിയുടെ ഉദ്ഘാടനം പാലാ അരുണാപുരം ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. പാലാ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. അറിയിപ്പ്. MG സർവകലാശാലയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് നടത്തുന്ന ഡിപ്ലോമ ഇൻ പാലിയേറ്റീവ് കെയർ കോഴ്സിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. വിവരങ്ങൾക്ക് ഫോൺ 8547165178. തീക്കോയി ടെക്നിക്കൽ ഹൈസ്കൂളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ പാർട്ട് ടൈം മലയാളം അധ്യാപക ഒഴിവുണ്ട്. അധ്യാപക തസ്തികയിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ B.Ed, KTET എന്നിവയാണ് അടിസ്ഥാന യോഗ്യത. അധ്യാപക തസ്തിക ഇന്റർവ്യൂ 12-ന് പകൽ 10:30 നടക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം തീക്കോയി സ്കൂൾ ഓഫീസിലെത്തണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. K-ഫോണിൽ കണക്റ്റായി കോട്ടയം ജില്ലയിൽ. ക്യാബിനറ്റ് K-ഫോൺ ഇന്റർനെറ്റ് പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാന സർക്കാരിന്റെ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് K-ഫോൺ പദ്ധതിയെന്ന് ഡോക്ടർ N ജയരാജ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ മണ്ഡലങ്ങളിൽ വോട്ട് ചോർന്നത് സംബന്ധിച്ച് UDF മറുപടി പറയണമെന്ന് LDF നേതൃത്വം. UDFിന്റെ വോട്ടിംഗ് ശതമാനം 4-ൽ 3 കുറഞ്ഞെന്നും LDF. പനച്ചിക്കാട് പരുത്തുംപാറ മാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മോഷണം. അലമാര കുത്തി തുറന്നു. സമീപത്തെ കോൺവെന്റിലും മോഷണ ശ്രമം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.